അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറേബ്യയിൽ അന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവിടെ പുതിയൊരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഉടനെ തന്നെ ഗ്രാമങ്ങളിലേക്ക് അയക്കുമായിരുന്നു അവർ. മുലയൂട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വരുന്ന സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ പുതിയ കുഞ്ഞുങ്ങളെ, പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളെ അവർ കൊടുത്തയക്കുന്ന ആ ഒരു സമ്പ്രദായം. ഇതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് ഇങ്ങനെ പട്ടണങ്ങളിലുള്ള ശിശു മരണനിരക്ക് അവിടെ വളരെ കൂടുതലായിട്ട് ശിശു മരണനിരക്ക് കൂടുതലായിരുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അസുഖങ്ങളിൽ നിന്ന് തടയാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. കാരണം മക്ക എന്ന പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദേശങ്ങളിൽ നിന്ന് തീർത്ഥാടനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ദിവസവും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വല്ല പകർച്ചവ്യാധിയും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആളുകളിലേക്ക് എത്തും. അങ്ങനെ ഒരുപാട് പേര് അവിടെ മരിക്കാറുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ശിശു മരണനിരക്ക് അവിടെ വളരെ കൂടുതലായിരുന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അതുവഴി ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെയുള്ള ശുദ്ധമായ വായു ശ്വസിച്ച് നല്ല ആരോഗ്യത്തോടെ വളരാൻ ആ കുഞ്ഞുങ്ങൾക്ക് ഈ ഗ്രാമാന്തരീക്ഷം നൽകുമെന്ന ഒരു ഉറച്ച വിശ്വാസവും ആ ഒരു അറിവും കൊണ്ടാണ് ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങളെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഗ്രാമങ്ങളിലുള്ള അവിടെ വളരെ സമ്പത്തൊന്നുമില്ലാത്ത വളരെ താഴ്ന്ന ആളുകളായിരിക്കും ഗ്രാമത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ അവിടെ ഇവർ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ കൂടെ അവിടെ വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവർ മക്കയിലേക്ക് വരുമ്പോൾ ഏത് അവസരങ്ങളെയും തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, മക്കയിലെ ആളുകൾ വളരെ ത്യാഗസന്നദ്ധരായിരിക്കും, വളരെ ധീരരായിരിക്കും. ഇങ്ങനെ ഇവർ വളർന്നു കഴിയാൻ ഇതുപോലെയുള്ള ഒരുപാട് പരിശീലനങ്ങളിലൂടെ അവർ കടന്നുപോയി എന്നതുകൂടി ആവണം. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ പറഞ്ഞയക്കുമ്പോൾ ആ ഗ്രാമാന്തരീക്ഷത്തിലൂടെ വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവരിങ്ങനെ അറേബ്യയിലെ പട്ടണങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ ഒരു ചെറിയ കാലത്തെ പരീക്ഷണ കാലം അവരെ വളരെ ശക്തരാക്കും എന്നൊരു വിശ്വാസം കൂടെ ആ കാലത്തുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശുദ്ധമായ ഭാഷയായിരുന്നു. ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളൊക്കെ അവിടേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ മക്കയിലെ ഭാഷ അത്ര ശുദ്ധമായിരിക്കില്ല. ഭാഷയുടെ കാര്യത്തിൽ ഇവർ വളരെ കണിശരാണ് എന്നതാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഗ്രാമങ്ങൾ മറ്റു ആളുകളുമായിട്ട് സഹവാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥ അറബി ഭാഷ അറേബ്യയിലെ ഗ്രാമങ്ങളിലൂടെയായിരിക്കും. അത് പല പണ്ഡിതന്മാരുടെയും ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഇവർ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് ദീർഘകാലം അറബി ഭാഷ പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷാഫി ഇമാം തന്നെ എത്രയോ കാലം ഏതോ ഒരു ഗോത്രത്തിൽ വന്നുകൊണ്ട് ഒരുപാട് കാലം അറബി ഭാഷ പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഗ്രാമങ്ങളിലുള്ള ഭാഷാ ശുദ്ധിയെ പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്നതായിരുന്നു. അതിന് വെളിച്ചം വീശിക്കൊണ്ട് ഒരുപാട് കവികൾ വരുന്നത് ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നായിരിക്കും. ഇതുപോലെ കവികൾ അവിടെ ചെന്ന് അവരുടെ ഭാഷ പഠിക്കുകയും, കാരണം അവർ സംസാരിക്കുന്നത് തന്നെ യഥാർത്ഥ കവിതാ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭാഷ അവർക്ക് വളരെ സ്വാധീനം ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു മനുഷ്യൻ അറബി പഠിക്കാൻ വേണ്ടിയിട്ട്, ശുദ്ധമായ അറബി പഠിക്കാൻ വേണ്ടിയിട്ട് അറേബ്യയിലേക്ക് പോകുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ എത്തി സംസാരിച്ച് നോക്കുമ്പോൾ ഫസീഹായ അറബിയിൽ നിന്നേറെ വിദൂരമാണ് ഇവരുടെ ഭാഷ. അത് ഇങ്ങനെ കലർപ്പുമായിക്കൊണ്ട് മാറുന്ന പല ഫസീഹായ അറബിയിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കുന്നു എന്നൊരു കാരണമാണ്. കാരണം പല ദേശക്കാരും അവിടെ എത്തുന്നു, പല സംസാരങ്ങളും നടക്കുന്നു, പതിയെ പതിയെ ഭാഷ അങ്ങനെ അസ്തമിച്ചു പോവുകയും ചെയ്യുക. അതിൽ നിന്നൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമങ്ങളിലേക്ക് അയച്ച് നല്ല ഭാഷ നൽകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതുകയോ വായിക്കുകയോ ഒന്നുമല്ല, ഫസീഹായിട്ടുള്ള സാഹിത്യ സമ്പുഷ്ടമായ സംഭാഷണങ്ങളും സംസാരശേഷിയും വിനിമയശേഷിയും ഒക്കെയാണ് ഒരാളുടെ ഭാഷാ ശുദ്ധിയെ അളക്കാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ വളർന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് നല്ല ഭാഷ കൈവരും എന്നൊരു ഉദ്ദേശം കൂടെ ഇങ്ങനെ മക്കളെ മുലയൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളിലേക്ക് അയക്കുന്നതിൽ അറബികൾക്ക് ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആത്മീയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമായിരുന്നു. പട്ടണത്തിൽ നൽകുന്ന മലീനമസമായ സാഹചര്യങ്ങളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് ഗ്രാമങ്ങളുടെ സ്വാതന്ത്ര്യവും മരുഭൂമികളുടെ ഊഷ്മളതയൊക്കെ അവർക്ക് വളരെയധികം ചിന്തിക്കാനും വളരാനൊക്കെ ഉള്ളൊരു കഴിവും മാനസികമായി ശാരീരികമായിട്ടുള്ള പുഷ്ടിയൊക്കെ നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ മാനസികമായൊരു സ്വാതന്ത്ര്യവും ഭാഷാശുദ്ധിയും ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങളും. അതുകൊണ്ട് ഇത്തരത്തിൽ പല കാരണങ്ങളും കൊണ്ടാണ് ഇവർ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തൻ്റെ പിഞ്ചു പൈതലിനെ
ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്കാവുമ്പോഴേക്കും മറ്റൊരു വിദൂര നാട്ടിലേക്ക് പറഞ്ഞയക്കുക, എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും ഇവർക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടാവില്ല. കാരണം വിദൂര തന്നിടക്കിടെ അവിടെ പോയി നോക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നല്ല കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരങ്ങനെ ഓരോ മക്കളെയും പറഞ്ഞയക്കുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവചരിത്രത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ബനൂ സഅദ് ബിൻ ബക്കർ ഗോത്രമായിരുന്നു അക്കാലത്ത് ഇതിന് മക്കളെ പോറ്റുന്നതിൽ വളരെ പ്രശസ്തരായ ഒരു ഗോത്രം. ഇങ്ങനെ ബനൂ സഅദ് ബിൻ ബക്കർ ഗോത്രക്കാര് ഓരോ കാലയളവിൽ മക്കയിലേക്ക് വരും. അങ്ങനെ അവിടെ മുലയൂട്ടാൻ പ്രായമായ എല്ലാ കുഞ്ഞുങ്ങളെയും ഇവരെടുത്തിട്ട് കൊണ്ടുപോകും. ഒരു 2 വർഷം മുതൽ 8 വർഷം വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാലാവധിയായി നിലനിന്നത്. 8 വർഷം വരെയൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ അവർ മുലയൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. മുലയൂട്ടൽ പ്രായം കഴിഞ്ഞെങ്കിലും വീണ്ടും അവിടെ വളരാൻ വേണ്ടി അനുവദിക്കുകയായിരിക്കും. അങ്ങനെ 2 വർഷത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബനൂ സഅദ് ബിൻ ബക്കർ ഗോത്രം വളരെ വിഖ്യാതരായ, ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി മുലയൂട്ടുന്നതിൽ വളരെ പ്രസിദ്ധരായ ഒരു ഗോത്രമായിരുന്നു. ആമിന ബീവിക്കും അവരുടെ അടുത്ത് തൻ്റെ മക്കളെ പറഞ്ഞയക്കാൻ വളരെ താല്പര്യമായിരുന്നു. കാരണം അത് വളരെ വിഖ്യാതമായ, ഈ കാര്യത്തിൽ വളരെ പ്രശസ്തരായ ഒരു ഗോത്രമായിരുന്നു. അങ്ങനെ അവരുടെ മക്കയിലേക്കുള്ള വരവിന് വേണ്ടിയിട്ട് ആമിന ബീവി കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അവിടേക്ക് ഹലീമ ബീവി എത്തുന്നത്. ഹലീമ ബീവിയെ സംബന്ധിച്ചിടത്തോളം ബനൂ സഅദ് ബിൻ ഗോത്രത്തിലെ ഒരു അംഗമായിരുന്നവർ ഒരു കൂട്ടമായിക്കൊണ്ട് അവരെത്തുകയാണ്. അഥവാ 10 ആളുകൾ അടങ്ങുന്ന, 10 സ്ത്രീകൾ അടങ്ങുന്ന ഒരു കൂട്ടമായിരുന്നു അന്ന് മക്കയിലേക്ക് വരുന്നത്. ഹലീമ ബീവി തന്നെ പറയുന്നുണ്ട്, ഹലീമ ബീവിക്ക് ഷൈമ എന്നും അബ്ദുള്ള എന്നു പേരുള്ള 2 മക്കൾ ഉണ്ടായിരുന്നു. ഷൈമ ഒരു പെൺകുട്ടിയാണ്, അബ്ദുള്ള ആൺകുട്ടിയുമായിരുന്നു. അങ്ങനെ അവരുടെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വരൾച്ചയുടെ ഒരു കാലമാണ്. വരൾച്ച അവരുടെ മൂർധന്യ ദശയിലെത്തി നിൽക്കുകയാണ്. അവരുടെ ഗ്രാമങ്ങളിലോ പച്ചപ്പോ ഒന്നുമില്ല, അവരുടെ ആടുകൾ പാല് നൽകുന്നില്ല, ഒട്ടകങ്ങൾ പാല് നൽകുന്നില്ല, തുടങ്ങിയ വളരെ വരൾച്ചയുടെ ഒരു കാലമായിരുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഹലീമ ബീവിയും തൻ്റെ കൂടെയുള്ള 9 സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും യാത്രാ സംഘങ്ങളൊക്കെ കൂടെ ഈ ബനൂ സഅദ് ബിൻ ബക്കർ ഗോത്രത്തിൽ നിന്ന് ഇവിടെ മക്കയിലേക്ക് എത്തുന്നത്. ഹലീമ ബീവിക്ക് വളരെ വിഷമുണ്ടായിരുന്നു. കാരണം താൻ സഞ്ചരിച്ചിരുന്നത് ഒരു കഴുതപ്പുറത്തായിരുന്നു. ആ കഴുത വളരെ ചടച്ച, ആരോഗ്യമായി വളരെ ക്ഷീണിച്ച ഒരു കഴുതയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഒരു പെണ്ണൊട്ടകമാണ്. അവരുടെ കൂടെ അവരുടെ ഭർത്താവായിരുന്ന ഹാരിസയും ഉണ്ടായിരുന്നു. ഈ പെണ്ണൊട്ടകത്തിനാണെങ്കിൽ ഒട്ടും പാലില്ല. ഇവരുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അവരുടെ ഗ്രാമത്തിൽ നിന്ന് വന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിലുടനീളം എപ്പോഴെങ്കിലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതുവഴി പുല്ലുണ്ടാവുകയും ഇവരുടെ കഴുതയും ഇവരുടെ ഒട്ടകമൊക്കെ മേഞ്ഞ് ആ ഒട്ടകത്തിന് പാല് ലഭിക്കുകയും അങ്ങനെ ഭക്ഷണം ലഭിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ്, വളരെ വലിയ പ്രതീക്ഷയിലാണ് ഹലീമ ബീവിയും ഭർത്താവ് ഹാരിസയും അവരുടെ ചെറിയ മകനായിരുന്ന അബ്ദുള്ളയും ഇങ്ങനെ മക്കയിലേക്ക് ഇവരുടെ കൂടെ യാത്ര തിരിക്കുന്നത്. പക്ഷേ വേദനാജനകമായ കാര്യം എന്തെന്ന് വെച്ചാൽ, കൂടെയുള്ള ആളുകൾ മുഴുവനും മക്കയിൽ എത്തിക്കഴിഞ്ഞിട്ടും ഇവർ തൻ്റെ ചടച്ച കഴുതപ്പുറത്ത് പതിയാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ആളുകൾ ആരും ഇവരെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോയി. അങ്ങനെ എല്ലാവരും മക്കയിലെത്തി വീടാന്തരം കയറി ഇറങ്ങി എല്ലാവരും അവിടെ പ്രായമായ കുഞ്ഞുങ്ങളെ മുഴുവൻ എടുത്ത് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഹലീമ ബീവിയും ഭർത്താവ് ഹാരിസയും അവിടേക്ക് എത്തുന്നത്. ഇവരെല്ലാ വീടുകളിലും കയറി ചെല്ലുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ പറയുന്നു, ഇല്ലല്ലോ, നിങ്ങളുടെ മുൻപ് വന്ന ആളുകൾ കൊണ്ടുപോയല്ലോ. എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നു. ഹലീമ ബീവി എല്ലാ വീടുകളിലൂടെയും കയറി ഇറങ്ങി. അങ്ങനെയാണ് ആമിന ബീവിയുടെ വീട്ടിലേക്ക് ഹലീമ ബീവി എത്തുന്നത്. ഹലീമ ബീവി കുഞ്ഞിനെ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് അനാഥനായ ഒരു കുഞ്ഞാണ്. ഹലീമ ബീവിക്ക് ആ കുഞ്ഞിനെ എടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ട്. കാരണം മുലയൂട്ടിക്കഴിഞ്ഞ് ഇത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിതാവിൽ നിന്ന് സാമ്പത്തികമായ ഒരു നേട്ടം ഈ കുടുംബങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ പ്രധാന വരുമാന മാർഗങ്ങളും അതിലൊന്നായിരുന്നു. പക്ഷേ ഈ അനാഥനായ കുഞ്ഞിനെ കൊണ്ടുപോവുക വഴി വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം അനാഥനാണ്. ആമിന ബീവി ആണെങ്കിൽ വളരെ ദരിദ്രയാണ്. ആമിന ബീവിയുടെ കുഞ്ഞാകട്ടെ വളരെ ദരിദ്രരായിരുന്നു. അവർക്ക് പിതാവില്ല. അവരുടെ പിതാവ് ഇവന് ഗർഭത്തിലിരിക്കെ തന്നെ മരിച്ചു പോകുന്നു. കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബ് എന്ന വല്യപ്പയാണ്. വല്യപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ ദരിദ്രരായി തന്നെ ജീവിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കിട്ടാൻ പോകുന്നത് കൂടെയുള്ള 10 മക്കൾക്കാണ്. പേരക്കുട്ടിക്ക് ലഭിക്കാൻ മാത്രം സമ്പത്ത് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ആമിനയാവട്ടെ, ആമിനയും വളരെ ദരിദ്രയാണ്. അവരുടെ പിതാവ് 25-ാം വയസ്സിൽ അബ്ദുള്ള വിടവാങ്ങിയിട്ടുണ്ട് ഈ ലോകത്തോട്. അദ്ദേഹം കാര്യമായിട്ട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം തൻ്റെ മകനും ഭാര്യയ്ക്കും വേണ്ടി ഇവിടെ ഇട്ടേച്ചു പോകുന്നത് വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ്. 5 ഒട്ടകങ്ങളും ഒരു കോലാടും
ഒരു അടിമ സ്ത്രീയൊക്കെ മാത്രമാണ് ഇവിടെ അവശേഷിപ്പിക്കുന്നത്. സത്യത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം വളരെ ഉന്നതമായിരുന്നെങ്കിലും അക്കാലത്ത് അന്ന് മുലയൂട്ടാൻ കിട്ടിയവരിൽ ഏറ്റവും ദരിദ്രരായ ഒരാൾ ഈ അനാഥനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹലീമ ബീവി അവനെ എടുക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അവിടെ നിന്നിറങ്ങി മറ്റു വീടുകളിലേക്കൊക്കെ പോയി നോക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലും ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അവരുടെ മക്കളെയെല്ലാം മുൻപ് വന്ന തങ്ങളുടെ ഗോത്രത്തിൽ തന്നെയുള്ള സ്ത്രീകൾ കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ അറേബ്യ മുഴുവനും ആ പരിസര പ്രദേശങ്ങൾ മുഴുവനും അന്വേഷിച്ച് അവർ തിരിച്ച് തൻ്റെ ഭർത്താവായിരുന്ന ഹാരിസയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വളർത്താൻ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ വളരെ വലിയ സമ്പന്നരാകണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത്ര ദരിദ്രരാകുന്നത് ഇങ്ങനെ കൊടുത്തയക്കുന്ന കുടുംബങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വന്ന സംഘത്തിൽ ഏറ്റവും ദരിദ്രരായ ആളുകൾ ഈ ഹലീമ ബീവിയുടെ കുടുംബമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടിയെപ്പോലും കിട്ടാത്ത ദരിദ്രരായ ഒരു പോറ്റമ്മ മാത്രം, ഒരു പോറ്റമ്മയെ പോലും ലഭിക്കാത്ത അനാഥനായ ഒരു ആൺകുഞ്ഞു മാത്രവും. അങ്ങനെ ഇരിക്കുകയാണ് മക്കയിൽ നിന്ന് അവർ തിരിച്ചു പോരാൻ നേരത്ത് ഹലീമ ബീവി തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ആ അനാഥനായ ആമിനയുടെ കുഞ്ഞിനെ എടുക്കട്ടെ, നമ്മുടെ കൂടെ കൊണ്ടുപോകട്ടെ. ഒരു കുഞ്ഞിനെയുമില്ലാതെ വന്ന സ്ത്രീകളുടെ കൂടെ തിരിച്ചു പോകുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല, അത് വളരെ അപമാനകരമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ആമിനയുടെ കുഞ്ഞിനെ നമ്മുടെ കൂടെ എടുക്കട്ടെ. ഭർത്താവായിരുന്ന ഹാരിസ വളരെ സന്തോഷത്തോടു കൂടെ സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ആ കുഞ്ഞിലൂടെ ആയിരിക്കും ചിലപ്പോൾ ദൈവം നമുക്ക് ഭാഗ്യം തരാൻ പോകുന്നത്. ഹലീമ ബീവി നേരെ ആമിനയുടെ വീട്ടിൽ ചെല്ലുന്നു. ഈ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നു. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഈ കഴുതപ്പുറത്ത് കയറി അവരുടെ യാത്ര തുടങ്ങിയതോടുകൂടെ വളരെ അത്ഭുത കർമ്മങ്ങൾ സംഭവിക്കുന്നു. ഹലീമ ബീവി ആ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് അണച്ചതേയുള്ളൂ. വറ്റിക്കിടന്നിരുന്ന അവളുടെ ശരീരത്തിൽ പാല് നിറയാൻ തുടങ്ങുന്നു. ആ കുഞ്ഞിന് അവർ വയറും നിറച്ച് പാല് നൽകുന്നു. മാത്രമല്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാല് കുടിക്കുന്ന അബ്ദുള്ള എന്ന കുഞ്ഞിനും അവർ പാല് നൽകുന്നുണ്ട്. വീണ്ടും പാല് ബാക്കിയാവുന്നു. ശേഷം അവർ വളരെ സന്തോഷത്തോടുകൂടെ ഈ അത്ഭുത പ്രവൃത്തിക്ക് ശേഷം അവർ സഞ്ചരിക്കുകയാണ്. അവരുടെ ചടച്ച കഴുതക്ക് വളരെ വേഗത്തിൽ അത് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ആളുകൾ ഇവരോട് വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങൾ പതിയെ പോകൂ, നിങ്ങൾ ഇവിടേക്ക് വന്ന കഴുത തന്നെയല്ലേ ഇത്? അവർ മറുപടി പറയുന്നുണ്ട്, തീർച്ചയായും ആ കഴുത തന്നെയാണിത്, പക്ഷേ ഇവൾക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയുന്നില്ല. അങ്ങനെ അവൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അവസാനം ഒരു രാത്രി ആയപ്പോൾ അവർ ടെൻറ്റ് കെട്ടി ഒരിടത്ത് താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മരുഭൂമിയുടെ ഒരു പ്രദേശത്ത് അവർ ടെൻറ്റ് കെട്ടി താമസിക്കാനിരിക്കുമ്പോഴാണ് ഭർത്താവായിരുന്ന ഹാരിസ ഒരു പാത്രം എടുത്തിട്ട് ഒട്ടകത്തെ കറക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് ഹലീമ ബീവി ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിങ്ങൾ? അവർ പറയുന്നു, എന്തെങ്കിലും കഴിക്കണ്ടേ, വിശന്നിട്ട് വയ്യ, ഞാൻ എൻ്റെ ഒട്ടകത്തെ ഒന്ന് കറക്കാൻ ശ്രമിക്കട്ടെ. ആ സമയത്ത് ഹലീമ ബീവി പറയുന്നുണ്ട്, നിങ്ങൾ ഈ യാത്രയിലൂടെ നീളമത് ശ്രമിച്ചതല്ലേ, ഇതുവരെ പാലൊന്നും കിട്ടിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അവർ ഒന്നുകൂടെ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി പാല് കറക്കാൻ തുടങ്ങിയതും അതിൻ്റെ അകിടിൽ നിന്ന് ഒരുപാട് പാലുകൾ വരാൻ തുടങ്ങുന്നു. അത്ഭുത പ്രവൃത്തിയായിരുന്നു അത്. അന്നേവരെ പാല് ലഭിക്കാത്ത ഒട്ടകത്തിൽ നിന്ന് ആ കുഞ്ഞ് തങ്ങളുടെ അടുത്തേക്ക് വന്നതോടുകൂടെ അതിൽ നിന്ന് ഒരുപാട് പാല് ലഭിക്കാൻ തുടങ്ങുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഹലീമ ബീവിയും ഭർത്താവ് ഹാരിസും ഒരുപാട് പാല് കുടിച്ചിട്ട് വളരെ സന്തോഷത്തോട് അന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം വരുന്ന ദിവസങ്ങളിലെല്ലാം വിശന്നിട്ട് തങ്ങളുടെ പൊന്നുമോൻ അബ്ദുള്ള കരയുകയായിരുന്നു. ഇന്നാണ് വളരെ സന്തോഷത്തോടുകൂടെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം ആമിനയുടെ അനാഥനായ പുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം അവർ ബനു സഅദ് ഗോത്രത്തിൽ എത്തിച്ചേരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ട് ഐശ്വര്യത്തിൻ്റെ നാളുകളായിരുന്നു. അവർ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ പ്രദേശത്ത് മാത്രം പ്രകൃതി മനോഹരമായി പച്ചച്ച് നിൽക്കുന്ന കാഴ്ചയാണ് അവർ വരുമ്പോൾ തന്നെ കാണുന്നത്. മാത്രമല്ല അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആടുകളിൽ ഏറെ പാൽ നിറയാൻ തുടങ്ങുന്നു. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഹലീമയുടെ ആടുകൾ എവിടെയാണോ മേൽക്കുന്നത് അവിടെ പോയി ഇവരുടെ ആടുകളെ കെട്ടിയിടാൻ തുടങ്ങുകയും അതിനുവേണ്ടി ആളുകളോട് പറയാനൊക്കെ തുടങ്ങി. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവരുടെ ആടുകൾക്കൊന്നും പാലുണ്ടാവുന്നില്ല. ഹലീമയുടെ വീട്ടിലാണെങ്കിൽ വളരെ ഐശ്വര്യത്തിൻ്റെ നാളുകളായിരുന്നു. അവരുടെ ആളുകൾ അതിസമൃദ്ധമായി പാല് നൽകാനും ഒട്ടകങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാനും അവർക്കൊക്കെ പാല് നൽകാനൊക്കെ തുടങ്ങി. വളരെ ഐശ്വര്യത്തിൻ്റെ നാളുകളായിരുന്നു അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥി അതൊരു സാധാരണ കുഞ്ഞല്ല എന്ന് ബോധ്യപ്പെട്ടവർക്ക്. ഇങ്ങനെ വളരെ ഐശ്വര്യത്തിൻ്റെ നാളുകളാണ് ഹലീമ ബീവിയുടെ വീട്ടിൽ ബനു സഅദ് ബിൻ ബക്കർ ഗോത്രത്തിൽ പിന്നീട് നടക്കുന്നത്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി 2 വർഷം പൂർത്തിയാവുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുള്ള എന്ന പുത്രനും ഷൈമ എന്ന അവരുടെ മകളോട് കൂടെ വളരെ സന്തോഷത്തോടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ 2 വർഷമാണ് അവർക്ക് കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലേക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കണം. ഹലീമ ബീവിക്കും ഭർത്താവ് ഹാരിസിനും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ വീണ്ടും മക്കയിലേക്ക് ചെന്നിട്ട് ആമിന ബീവിയെ കാണുന്നുണ്ട്. അവരോട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ മകനെ ഞങ്ങൾ കുറച്ചു കാലം കൂടെ ഞങ്ങളുടെ കൂടെ നിർത്തണം. മക്കയിൽ ഇന്ന് പ്ലാഗ് രോഗം പടരുകയാണല്ലോ. ആ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ചു കാലം കൂടെ ഞങ്ങളുടെ കൂടെ നിർത്തട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നുണ്ട്. ഏറെ നിർബന്ധത്തിന് ശേഷമാണ് ആമിന ബീവി അതിന് സമ്മതിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ വീണ്ടും മക്കയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കുഞ്ഞിനെയും കൊണ്ട് അവരുടെ ഗോത്രത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്കെത്തി ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം മക്കളെല്ലാവരും പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലീമ ബീവി തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പുറത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ മകൻ അബ്ദുള്ള പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വരുന്നു. എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉമ്മ, നമ്മുടെ ഖുറൈശി സഹോദരൻ അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഞങ്ങളവിടെ ആടുകളുടെ കൂടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കെ 2 പേര്, വെള്ള വസ്ത്രധാരികളായ 2 പേര് അവിടേക്ക് വരുന്നു. അവർ നമ്മുടെ സഹോദരനെ പിടിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് പുല്ലിൽ കിടത്തിയിട്ട് എന്തോ നെഞ്ചിൽ ചെയ്തു വെച്ചതെന്ന് അവർ വളരെ വേദനയോടുകൂടെ അബ്ദുള്ള വീട്ടിൽ വന്ന് പറയുകയാണ്. ഭർത്താവായിരുന്ന ഹാരിസും ഹലീമ ബീവിയും വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. കാരണം അവരുടെ സ്വന്തം മകന് പോലുമല്ല. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഖുറൈശികൾ വളരെ പ്രമുഖമായ കുടുംബമാണ് മക്കയിൽ. അവർക്കെതിരെയാണ് ഞങ്ങൾ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ വേവനാദിയോടുകൂടെയാണ് അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവർ ചെല്ലുമ്പോൾ കാണുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖം വിവർണമായിട്ട് വളരെ പരവശനായിട്ട് നിലത്തിരിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ഹലീമ ബീവി തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചോദിക്കുന്നു, എന്ത് പറ്റി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് മറുപടി പറയുന്നു, 2 പേര് എന്നെ കാണാൻ വന്നു, വെള്ള വസ്ത്രധാരികളായിരുന്നു. അവർ എന്നെ മലർത്തിക്കിടത്തി എൻ്റെ നെഞ്ചി പിളർന്ന് അതിലെന്തോ ഒരു കാര്യം ചെയ്തു പോയി എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർക്ക് വളരെ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നില്ല. സത്യത്തിൽ ഇത് ഒരു ആത്മീയമായ ശുദ്ധീകരണമായിരുന്നു നടന്നത്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട്, ഞാൻ ഹലീമ ബീവിയുടെ വീട്ടിലായിരിക്കെ 2 മലക്കുകൾ എന്നെ കാണാൻ വരുന്നു. അതിലൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തിന് എത്രയോ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ട്. അത് ഈ വേളയിലാണ്. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഇഖ്റയിൻ്റെ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നത്. എന്നെ മലർത്തിക്കിടത്തുകയും എൻ്റെ നെഞ്ചി പിളർന്ന് അതിൽ നിന്നൊരു കറുത്ത സാധനം എടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. അത് പിശാജിൻ്റെ ഹല്ലാണ്, പിശാജിൻ്റെ ഭാഗമാണ് എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഹൃദയം മഞ്ഞു ജലത്തിലെടുത്ത് കഴുകി വീണ്ടും ശുദ്ധീകരിച്ച് വെക്കുന്നുണ്ട്. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണെങ്കിലും പിന്നീടും പലപ്പോഴായിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. ഇസ്രാ മിറാജിൻ്റെ വേളയിൽ നമുക്ക് ഇതേ സംഭവം കാണാൻ സാധിക്കും. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ സംസാരിക്കേണ്ടതാണ് വിഷയമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാ മിറാജിൻ്റെ വേളയിൽ ആകാശ ലോകത്തേക്ക് പ്രവേശിക്കാനിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഹൃദയം പിളർത്തി ഹൃദയം ശുദ്ധീകരിച്ച് കഴുകുന്ന ഒരു കാഴ്ചയും നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ 2 തവണ ഇതുപോലെയുള്ള ഹൃദയ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നുണ്ട്. അത് വളരെ ആത്മീയമായിട്ട് നടന്ന പ്രക്രിയയാണെങ്കിൽ കൂടെ അത് ശരീരത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ വെച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചി പിളർന്ന അടയാളം അവിടെ ഉണ്ടായിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അഥവാ യഥാർത്ഥത്തിൽ നെഞ്ചി പിളർന്നിട്ട് തന്നെയായിരുന്നു ആ പ്രക്രിയ എല്ലാം അവിടെ നടത്തി കഴിഞ്ഞത്. ഇത് എന്തിനായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം വളരെ ശുദ്ധമാക്കുകയായിരുന്നു എന്നാണ്. എല്ലാവരുടെ ശരീരത്തിലും ഹൃദയത്തിലും ഒക്കെ ഒരു പിശാചിൻ്റെ സാന്നിധ്യമുണ്ട്. അത് നമ്മുടെ കരീൻ എന്നാണ് പറയുക. അത് എല്ലാവരെയും തിന്മയിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. തിന്മ ചെയ്യിപ്പിക്കാനുള്ള കഴിവൊന്നും ആ പിശാചിനില്ലെങ്കിൽ കൂടെ തിന്മയിലേക്ക് നയിക്കാനും അതിനെ പ്രചോദിപ്പിക്കാനും ഇങ്ങനെ ഒരു പിശാച് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുമ്പോൾ ഐഷ ബീവി ചോദിക്കുന്നതിന് നബിയെ, അങ്ങയുടെ കൂടെയും ആ പിശാചുണ്ടോ? ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന മറുപടി, എൻ്റെ കൂടെയും ഉണ്ട്, പക്ഷേ ആ പിശാച് എന്നോട് നന്മ മാത്രമേ കൽപ്പിക്കൂ, അവൻ മുസ്ലിമാണ് എന്നതാണ്. ഇങ്ങനെ ഇത്തരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള പൈശാചികമായ സംഭവത്തൊക്കെ ശുദ്ധീകരിച്ചിരിക്കുകയായിരുന്നു
ഈ പ്രക്രിയയിലൂടെ. കാരണം അത് നുബൂവത്തിനുള്ള വലിയൊരു തെളിവായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ സ്ഫുടം ചെയ്തെടുക്കുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യും. കാരണം അതിലേക്ക് ഖുർആനിൻ്റെയും വഹീൻ്റെയൊക്കെ ദിവ്യ സന്ദേശങ്ങൾ ഇറങ്ങാനുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് ആ അവസരത്തിൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ മുകളിലായിരുന്നു. അവരിങ്ങനെ ഇരിക്കുമ്പോൾ കാല് മുകളിലായിരുന്നു. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുകയാണ്. അത്രയും കാഠിന്യമായ അതിൻ്റെ കനം കാരണത്താൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ കാലൊടിഞ്ഞു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. അത്രത്തോളം കാഠിന്യത്തോടുകൂടെയാണ് വഹി ഇറങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ വഹി എങ്ങാനും ഒരു പർവ്വത മുകളിലാണ് ഇറങ്ങുന്നതെങ്കിൽ അത് പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും കാഠിന്യത്തിലൂടെ ഇറങ്ങിയിട്ടാണ് ഓരോ വഹിയും സ്വീകരിക്കുന്നത്. മാഇദ സൂറത്ത് ഇറങ്ങുന്ന സംഭവം നമുക്കറിയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാഇദ സൂറത്ത് ഇറങ്ങുന്നത്. അതിൻ്റെ ഭാരം കാരണത്താൽ ആ ഒട്ടകം മണ്ണിൽ ഇരുന്നു പോകുന്ന സന്ദർഭമാണ് നമ്മൾ ആ ചരിത്രഗ്രന്ഥത്തിൽ കാണുന്നത്. ഇങ്ങനെ ഇത്രത്തോളം കനപ്പെട്ട ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്വീകരിച്ചിരുത്താൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിച്ചെടുക്കുന്ന, സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ഈ ഹലീമ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ കാണുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മുന്നോട്ടുള്ള ജീവിത ജൈത്യയാത്രയിൽ നടത്താനുള്ള ഒരു വളരെ മുന്നേറ്റമായിരുന്നു അന്ന് അവിടെ വീട്ടിൽ വെച്ച് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായതോടുകൂടെ ഹലീമ ബീവി പിന്നീട് വളരെ ഭയപ്പാടോടുകൂടെയാണ് സമയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രയും പെട്ടെന്ന് മുഹമ്മദിനെ അവരുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടെത്തിക്കണം. കാരണം ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളുടെ പേരിലാകും എന്നതുകൊണ്ട് തന്നെ ഹലീമ ബീവി പെട്ടെന്ന് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഇങ്ങനെ ആമിന ബീവിയുടെ അടുത്ത് എത്തി തൻ്റെ മകളെ തിരിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആമിന ബീവിക്ക് വിശ്വസിക്കാൻ പറ്റിയത്. കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് മകനെ കുറച്ച് കാലം കൂടി നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആമിന ബീവിയുടെ വീണ്ടുമുള്ള ചോദ്യങ്ങൾ നിർബന്ധിക്കപ്പെട്ട് അവർ നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുകയാണ്. ഹലീമ ബീവി ഈ കാര്യങ്ങളൊക്കെ വളരെ വേദനയോടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആമിന ബീവി മറുപടി പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് പൈശാചികമായ വല്ല ബാധയും സംഭവിച്ചതാണെന്ന്? അതൊരിക്കലുമല്ല. എൻ്റെ കുഞ്ഞിന് വളരെ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കാനുണ്ട്. ഞാൻ പ്രസവത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ആ അത്ഭുതങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയതാണ്. സാധാരണ പ്രസവത്തിലുണ്ടാകുമ്പോഴുള്ള വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും എനിക്കെൻ്റെ കുഞ്ഞിനെ പ്രസവത്തിലിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ എൻ്റെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം പുറപ്പെടുകയും അത് ഷാമിലെ കൊട്ടാരങ്ങൾ മുഴുവനും പ്രകാശപൂരിതമാക്കുന്ന മനോഹരമായ കാഴ്ച ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. തുടങ്ങിയ തൻ്റെ പ്രസവകാലത്തും അതിനുശേഷം വയറ്റിലുണ്ടാകുന്ന സമയത്തൊക്കെ നടന്ന വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ മുഴുവനും ആമിന ബീവി ഹലീമ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ ഹലീമ ബീവി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ വീണ്ടും കൊണ്ടുപോയിക്കൊള്ളട്ടെ? അത് വേണ്ട, ഇനി ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഹലീമ ബീവിയെ അവിടെ നിന്ന് തിരിച്ചയക്കുന്നത്. പിന്നീടുള്ള കാലം മുഴുവനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീവിയുടെ കൂടെ ഇവിടെ മക്കയിലാണ് താമസിക്കുന്നത്. ഹലീമ ബീവിയെ പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഏറെ കാലങ്ങൾക്ക് ശേഷമാണ്. ഹുനൈൻ യുദ്ധത്തിൻ്റെ വേളയിലാണത്. ഹുനൈൻ യുദ്ധത്തിൻ്റെ വേളയിൽ ബനു സഅദ് ബിൻ ബക്കർ ഗോത്രക്കാരെ മുസ്ലിങ്ങൾ കീഴടക്കിയിട്ട് അവരെ ബന്ദികളാക്കി നിൽക്കുന്ന സമയത്ത് അവരിൽ നിന്നൊരു സ്ത്രീ സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, എനിക്ക് നിങ്ങളുടെ നേതാവിനെ കാണണം. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ? ആ സമയത്ത് ആ സ്ത്രീ മറുപടി പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. സ്വഹാബത്ത് ഞെട്ടിപ്പോകുന്നു, ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ ഈ ഗോത്രത്തിൽ നിന്ന് പ്രവാചകന് ഇങ്ങനെയൊരു സഹോദരിയെ. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, നിങ്ങൾ പ്രവാചകനെ കാണിച്ചു തരൂ. അങ്ങനെ അവർ പ്രവാചകൻ്റെ അടുത്തേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ആരാണ് നിങ്ങൾ? ആ സമയത്ത് ആ സ്ത്രീ മറുപടി പറയുന്നു, ഞാൻ ഹലീമയുടെ പുത്രി ഷൈമയാണ്. വളരെ സന്തോഷത്തോടു കൂടെയാണ് പ്രവാചകൻ ആ വാർത്ത കേൾക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് അതിനുള്ള തെളിവുള്ളത്? ആ സമയത്ത് ഷൈമ മറുപടി പറയുന്നു, എൻ്റെ തോളിൽ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അങ്ങ് കടിച്ച ഒരു പാടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് പറഞ്ഞതോടുകൂടെ വളരെ സന്തോഷമായി. കാരണം വളരെ ചെറിയ പ്രായത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷൈമ എടുത്ത് കളിപ്പിക്കുമ്പോഴൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടിച്ച പാട് ഇപ്പോഴും അവരുടെ തോളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മാതാവായിരുന്ന ഹലീമ ബീവിയെ പറ്റി ചോദിക്കുന്നു. ആ സമയത്ത് പറയുന്നു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഉടനെ അവരെ സ്വതന്ത്രരാക്കുകയും അവരുടെ നാട്ടിൽ പോയി അവരെ കൊണ്ടുവരാനും പറയുന്നു. അങ്ങനെ ഹലീമ ബീവി അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്നേഹവായ്പോടുകൂടെയാണ്
തൻ്റെ വളർത്തുമ്മയെ സ്വീകരിച്ചിരുത്തുന്നത്. തൻ്റെ തലപ്പാവ് എടുത്തിട്ട് നിലത്ത് വിരിച്ച് അതിൽ അവരെ ഇരുത്തുന്നു. വളരെയേറെ നേരം അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷൈമയും ഹലീമയൊക്കെ ഇസ്ലാമിലേക്ക് വരുന്ന മനോഹരമായ കാഴ്ച ഹുനൈൻ യുദ്ധവേളയിലാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ഇങ്ങനെ വളരെ മനോഹരമായ ഒരു ചരിത്ര ഏടുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹലീമ ബീവി എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മയുടെ ചരിത്രം ഇസ്ലാമിലെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ സ്ഥാനത്താണ്, അവരിലുള്ള മക്കൾ സഹോദരിയുടെ സ്ഥാനത്തും. ഇങ്ങനെ വളരെ സുദൃഢമായ ഒരു ബന്ധമായിരുന്നു ഇതുവഴി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബനൂ സഅദ് ബനു ഗോത്രത്തിലെ ഹലീമയോടും അവരുടെ ഭർത്താവായിരുന്ന ഹാരിസ്, അവരുടെ മക്കളായിരുന്ന ഷൈമ, അബ്ദുള്ള എന്നിവരോടൊക്കെ ഉണ്ടാകുന്നത്. പിന്നീടുള്ള 3 വർഷക്കാലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാവിൻ്റെ കൂടെ മക്കയിലായിരുന്നു വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ചു പോയത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരോടുകൂടെയും അവരുടെ മക്കളോടുകൂടെയൊക്കെ അവർ കളിച്ചുല്ലസിക്കുകയും വളരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടിരുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ അവസാന വിവാഹത്തിലുണ്ടായിരുന്ന ഹംസ എന്ന കുഞ്ഞിനെയായിരുന്നു. കൂടെ സഫിയ എന്ന കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ഇവരാണ് എപ്പോഴും ഒപ്പം കളിച്ച് നടക്കുകയും വളരെ സന്തോഷത്തോടു കൂടെ മക്കയിൽ ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ 6 വയസ്സായ സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ഉമ്മ ആമിന ബീവി യസ്രിബിലേക്ക് യാത്ര പോകുന്നത്. കാരണം യസ്രിബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സുദൃഢമായ ബന്ധം ഉണ്ടായിരുന്നു. അവരുടെ ഒരുപാട് കുടുംബക്കാരുണ്ടായിരുന്നു. മാത്രമല്ല തങ്ങളുടെ പിതാവ് അബ്ദുള്ളയുടെ ഖബർ ഇരിക്കുന്നതും യസ്രിബിലാണ്, ഇന്നത്തെ മദീനയിൽ. അങ്ങനെയാണ് ആമിന ബീവിയും കൂടെ ഉമ്മു ഐമൻ എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി മുലയൂട്ടിയ അവിടുത്തെ അടിമ സ്ത്രീയും ഉമ്മു ഐമൻ എന്ന സ്ത്രീയും കൂടെ ഇവർ 3 പേരും ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെ യസ്രിബിലേക്ക് യാത്ര തിരിക്കുന്നത്. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഉമ്മയുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടെ ആദ്യമായിട്ട് യസ്രിബിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ യാത്ര പോകുന്നു. അങ്ങനെ യസ്രിബിലെത്തുന്നു. കുടുംബക്കാർ വളരെ സ്നേഹത്തോടെയാണ്, സന്തോഷത്തോടു കൂടെയൊക്കെയാണ് ഈ മുഹമ്മദിനെയും അവരുടെ ഉമ്മയൊക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെ മദീനയിലെത്തി ഖസ്റജ് ഗോത്രക്കാരുടെ കുട്ടികളുടെ കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടം പറത്തി കളിക്കുകയും അവരുടെ കുളത്തിൽ നീന്തൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നതായിട്ട് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ അവർ കുറച്ചു കാലം അങ്ങനെ യസ്രിബിൽ നിൽക്കുന്നുണ്ട്. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മ ആമിന ബീവിയും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും തിരിച്ച് മക്കയിലേക്ക് തന്നെ പോരുകയാണ്. അങ്ങനെ അവർ മദീനയിൽ നിന്ന് യാത്ര തുടങ്ങി അബവാ എന്ന സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഉമ്മ ആമിനക്ക് ഗുരുതരമായ രോഗം പിടിപെട്ടു. അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും പ്രതിരോധ ശേഷിയോ അതിനുള്ള മരുന്നുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ യാത്രയിൽ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടും. വല്യപ്പായിരുന്ന ഹിഷാമിനും പിതാവായിരുന്ന അബ്ദുള്ളയൊക്കെ ഇതുപോലെ യാത്രകൾ തന്നെയാണ് മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആമിന ബീവിയും വളരെ ഗുരുതരമായ രോഗം പിടിപെട്ടു പെട്ടെന്ന് തന്നെ അബവായിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിത സാഹചര്യം വളരെ ദുരിതപൂർണമായ ഓർമ്മകളിലേക്ക് എത്തിച്ചേരുകയാണ്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഉടനെ ആ അബവാഹിലുള്ള ആളുകളെ വിളിച്ചിട്ട് അവിടെ തന്നെ ഖബർ ഒരുക്കി അവരുടെ ഖബർ അടക്കുകയാണെന്നും, അല്ല മദീനയിലെ ആളുകളെ വിളിച്ചിട്ട് അവരുടെ ഖബർ അവിടേക്ക് കൊണ്ടുപോവുകയാണെന്നൊക്കെ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ഉമ്മു ഐമൻ മക്കയിലേക്ക് യാത്ര തിരിക്കുന്നു. ആ ഒരു യാത്രാവേള നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീനയിലേക്ക് വരുന്ന വേളയിൽ തൻ്റെ പൊന്നുമ്മയുടെ കൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ജനിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ പോലുമുള്ള അവസ്ഥയില്ലാതെ, അതിന് അവസരമില്ലാതെ അനാഥനായി ജനിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ 6-ാം വയസ്സിൽ ഉമ്മയുടെ കൂടെ ഓടിച്ചാടി നടക്കുന്ന, കളിച്ചുല്ലസിക്കുന്ന സ്നേഹസല്ലാപങ്ങൾക്കിടയിൽ അതിൻ്റെ 6-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും പ്രവാചകനെ വിട്ട് വേർപിരിയുന്നു. അതിവേദനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് റസൂൽ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മദീനയിലേക്ക് പോകുന്ന അവസരത്തിൽ പ്രവാചകൻ്റെ ഉമ്മ അവരുടെ കൂടെയുണ്ട്, വളരെ സന്തോഷത്തോടെ പോകുന്നു. തിരിച്ചു പോകുമ്പോൾ ഏകാന്തമായ ആ ജീവിത ഭാരങ്ങൾക്കിടയിൽ വളരെ വേദനയോടുകൂടെ ആ ഓർമ്മയുടെ കാഠിന്യത്താലാണ് പ്രവാചകൻ നടന്നു നീങ്ങുന്നത്. വർഷങ്ങൾക്കിപ്പുറം, കൃത്യമായി പറഞ്ഞാൽ 50 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അല്പം വഴി മാറി നടക്കുന്നു. ശേഷം ഒരു ഖബർ അരികിൽ ചെന്നിരുന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്.
കൂടെ നിൽക്കുന്ന സ്വഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ പരസ്യമായിട്ട് കരയുന്നത് വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു തുടങ്ങിയപ്പോൾ എന്തിനാണ് നബി കരയുന്നത് എന്ന് പോലും അറിയാതെ ഞങ്ങളും കൂടെ കരഞ്ഞു. അത്രത്തോളം വേദനാപൂർണമായൊരു സാഹചര്യമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടി പൊട്ടി കരയുന്നു. പ്രവാചകൻ ഏറെ നേരത്തെ കരച്ചിലിന് ശേഷം അവരോട് പറയുന്നുണ്ട്, പ്രവാചകൻ്റെ താടിയൊക്കെ കണ്ണീരിനാൽ നനഞ്ഞു പോയിരുന്നു എന്ന് സ്വഹാബത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ പറയുന്നു, ഇതെൻ്റെ ഉമ്മയുടെ ഖബറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സന്ദർശിക്കാനുള്ള അവസരം എനിക്കിപ്പോൾ നൽകുകയാണ്. അന്നേ വരെ ഖബർ സന്ദർശനം അക്കാലത്ത് ഇല്ലായിരുന്നു. അത് ആ അവസരത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദനീയമായി കൊടുക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഉമ്മയുടെ ഖബർ അരികിൽ എത്തുമ്പോഴേക്കും തൻ്റെ 6-ാം വയസ്സിൽ തന്നെ വിട്ടു പോകുന്ന ഉമ്മയുടെ ഓർമ്മകളിലും വേദനകളിലൊക്കെ ഇരുന്നിട്ട് പൊട്ടിക്കരയുന്ന പ്രവാചകനെയാണ് ചരിത്രത്തിൽ നമ്മൾ ഓർത്തെടുക്കുന്നത്. അത്രത്തോളം വേദനപൂർണമായ അനാഥത്വത്തിൻ്റെ തീച്ചൂളയിലേക്ക് എറിയപ്പെട്ട ഒരു ബാല്യകാലവും, ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ നഷ്ടപ്പെടുന്നു, പിന്നീട് ഉമ്മയും നഷ്ടപ്പെടുന്നു. അത്രത്തോളം തീവ്രമായ വേദനകൾ മുഴുവനും സഹിച്ചിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാല്യകാലം വിട്ട് യുവത്വത്തിലേക്കും കൗമാരത്തിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോഴും വേദനകളുടെ താണ്ഡവങ്ങളാണ് പ്രവാചകനെ കാത്തിരിക്കുന്നത്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സന്ദർശിക്കുന്നു. അങ്ങനെ പോരാനിരിക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നു മുതൽ നിങ്ങൾക്ക് ഖബർ സന്ദർശിക്കലൊക്കെ അനുവദനീയമാണ്. അന്നേ വരെ അത് ജാഹിലിയത്തിൽ വളരെ വലിയൊരു പ്രക്ഷുബ്ധമായ വിഷയമായിരുന്നു. കാരണം മരിച്ച ആളുകൾ, നമ്മൾ മുൻപ് സൂചിപ്പിച്ച കാര്യങ്ങളാണത്, മരിച്ച ആളുകളുടെ പേരിൽ ഇവരിങ്ങനെ ഖബർ സന്ദർശനം ആരംഭിക്കുകയും അതൊരു ആരാധനയിലേക്ക് എത്തും എന്നൊരു കാരണം കൊണ്ടാണ് അക്കാലങ്ങളിൽ ഖബർ സിയാറത്തും ഒക്കെ ഒഴിവാക്കിയിരുന്നത്. പിന്നീട് ജാഹിലിയത്തിൽ നിന്ന് തികച്ച ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞപ്പോൾ അത് അള്ളാഹു അനുവദനീയമാക്കി കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ ആ വേളയും ഉമ്മയുടെ ഓർമ്മകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ ഉമ്മയുടെ കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സുകാരനായ ആ കുഞ്ഞ് മക്കയിൽ എത്തിച്ചേരുകയും പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ തണലിലാണ് പ്രവാചകൻ്റെ ബാക്കി ബാല്യകാലം തുടരുന്നത്. ആ കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. അസ്സലാമു അലൈക്കും.